ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ചിക്കൻ കൊണ്ടാട്ടമാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 800 ഗ്രാം വൃത്തിയാക്കിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എല്ലോട് കൂടിയ ചിക്കനാണ്. വൃത്തിയാക്കി നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും നമ്മൾ ചേർക്കണം. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരമുറി നാരങ്ങയുടെ നീരും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലോട് കൂടിയ ചിക്കൻ ചെയ്യുമ്പോഴാണ് കേട്ടോ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കുക. പിന്നെ ബോൺലെസ് ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഇതിനെ എല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മിനിമം ഒരു 30 മിനിറ്റെങ്കിലും ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണേ. ഓവർനൈറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് കറി റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഇപ്പോൾ ഞാൻ ചൂടായ കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പെറുക്കി വെച്ച് കൊടുക്കാം. തീ വല്ലാതെ കൂട്ടിയിടരുതേ, അപ്പോൾ പിന്നെ അത് വേവില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് 2 വശവും മറിച്ചിട്ട് കൊടുത്ത് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് അതിനെ എണ്ണ മാറാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്കോ ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ മാറ്റി വയ്ക്കാം. ചിക്കൻ ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് വല്ലാതെ ഡ്രൈ ആയി പോകും. അതുകൊണ്ട് നമുക്കൊരു 80% ഒക്കെ കുക്കായി കഴിയുമ്പോഴേക്കും ഇതെടുത്ത് മാറ്റാം കേട്ടോ. ചിക്കൻ കോരി മാറ്റിയ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട്, കറിവേപ്പില, പിന്നെ വറ്റൽമുളക് ഇത്രയും ചേർത്തൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റി വയ്ക്കാം. അത് പിന്നീട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാനാണ്. ഇനി ആ എണ്ണയിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ചതച്ച മുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഒരു 10 സെക്കൻഡ് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് 1 കപ്പ് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചുവന്നുള്ളി അരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെറിയൊരു സവാള ചേർത്താലും മതി കേട്ടോ. പക്ഷേ ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ ചുവന്നുള്ളി പെട്ടെന്ന് വാടി വരുവേ. ഇതിനി ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു മൊരിഞ്ഞ പാകത്തിന് വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഉള്ളി ഇപ്പോൾ ഇവിടെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു ഫ്രൈ ചെയ്തെടുത്ത പാകമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ തീരെ ലോ ഫ്ലെയിമിൽ ഇടുകയോ ചെയ്തിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തക്കാളി പുഴുങ്ങി എടുത്തിട്ട് അരച്ച് ചേർത്താലും മതി. പക്ഷേ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കാരണം അതിന് ചെറിയൊരു മധുരം ഉണ്ടല്ലോ. ഇനിയിപ്പോൾ തക്കാളി പേസ്റ്റ് ചേർക്കുന്നെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണേ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അതൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി വെള്ളം ചേർക്കണ്ട കേട്ടോ. പച്ചവെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്, അതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാനായിട്ട്. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഒരുപോലെ ഗ്രേവി എത്തിയെന്നൊന്ന് ഉറപ്പാക്കണേ. തീ ഒന്ന് കൂട്ടിയിടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ഡ്രൈ ആയിട്ട് വരുള്ളൂ. ആവശ്യത്തിന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പമാണ് റെഡിയാക്കി എടുക്കാൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്